അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ആ കാണണ ഓട്ടോമാറ്റിക് ഫാർമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഏകദേശം ഇവിടെ ഒരു 1 1/2 മണിക്കൂർ എഫ്‌കെ നിന്നു. പക്ഷെ എനിക്ക് വലിയ ലൂട്ടൊന്നും ഇതിന്ന് കിട്ടിയിട്ടില്ലാട്ടോ. ഏകദേശം നമ്മൾ ഈ ഒരു ഷുഗർ കെയിൻ ഫാർമ്ന്നാണെങ്കിൽ 27 ഷുഗർ കെയിനേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഈ ഒരു ബാംബു ഫാർമ്ന്നാണെങ്കിൽ ഒരു സ്റ്റാക്കിന് മേലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കാര്യമില്ല. ഓൾറെഡി ബാംബു പെട്ടെന്ന് വളരും. പക്ഷെ ഈ ഒരു ഷുഗർ കെയിൻ ഇച്ചിരി ഡിഫിക്കൽട്ടിയാണ് വളർന്ന് അത്യാവശ്യം സെറ്റ് ആവണമെങ്കിൽ. അതുപോലെ തന്നെ 1 1/2 മണിക്കൂർ ഇവിടെ എഫ്‌കെ നിന്നതിൽ ആകെ ഉപകാരമായിട്ടുള്ളത് ഈ ഒരു വില്ലേജർ ബ്രീഡർ എന്നാണ്. അത്യാവശ്യം വില്ലേജസ് ഒക്കെ ബ്രീഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ട്രേഡിംഗ് ഹാളിൽ കംപ്ലീറ്റ് ആവാത്ത ഈ ഒരു സെക്ഷനിൽ ഈ ഒരു സൈഡ് മൊത്തം ഞാൻ കംപ്ലീറ്റ് ആക്കി. ഈ ഒരു സൈഡിന് കംപ്ലീറ്റ് ആക്കാനില്ല. പക്ഷെ ഈ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇവിടെ ഏകദേശം ഒരു 6 വില്ലേജസിന് എനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ളൂ. ഇനിയും ആ ഒരു സൈഡ് വരെ വില്ലേജസിന് ഇടാനുണ്ട്. അപ്പൊ എന്തായാലും അത് എഫ്‌കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കോളും. അതുപോലെ തന്നെ നമ്മൾ അയൺ ഫാർമും കുറച്ചധികം വലുതാക്കാനുണ്ട്. കാരണം നമുക്കിനി ഒരുപാട് എമറാൾഡ് ആവശ്യമുണ്ട്. അതുകൊണ്ട് അയൺ ഫാർമൊക്കെ ഇനി വലുതാക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ഒരു എക്സ്പി ഫാർമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് മൈനിങ് ഏരിയയിൽ ഒരു സ്പോണർ കിട്ടിയില്ലേ, അപ്പൊ അതിനെ നമുക്ക് ഇന്ന് എക്സ്പി ഫാർമായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ഏകദേശം 15 എക്സ്പി ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ 64 മേലെ എക്സ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു എക്സ്പി ഫാർം ആണെങ്കിൽ ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് എക്സ്പി ഫാർമിന്റെ ABCD അറിഞ്ഞൂടാ. എക്സ്പി ഫാർം ഉണ്ടാക്കേണ്ട അത്രയൊന്നും ഞാൻ വളർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് പതിയെ ചെയ്യാം. എന്തായാലും ഞാൻ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. ബൈ ദ ബൈ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? തോന്നി എനിക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്. നമുക്ക് ടാർഗറ്റ് 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ ഏകദേശം 300ന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 400 ആവാറായി. 400 തൊട്ടിട്ടറിയിട്ടായി ഇപ്പൊ നിൽക്കണില്ല. അപ്പൊ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നമ്മളെ മീനുകുട്ടി ഇത് ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. മീനുകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലൈക്ക് അങ്ങ് ചെയ്യാം. അപ്പൊ നമ്മളെ മീനുകുട്ടിയാണെങ്കിൽ ഇത് ഇവിടെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുന്ന് എടുത്ത് താഴെ വെച്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൈറ്റിലേക്ക് നോക്കി എന്റെ പെടലി വേദന എടുത്തു. അതുകൊണ്ടാണ് എടുത്ത് താഴേക്ക് വെച്ചത്. അതുപോലെ നമ്മളെ പൂച്ചക്കുട്ടി എന്താ ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മളെ പൂച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പേരൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് സെലക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യണ പേരായിരിക്കും നമ്മൾ ഈ ഒരു പൂച്ചക്കുട്ടിക്ക് ഇടുന്നത്. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഡിസ്കോഡ് ചാനൽ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്കോഡിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ചാറ്റ് ചെയ്തിരിക്കാന്ന്. അപ്പോൾ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഒക്കെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫാർമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. എന്നിട്ട് നേരെ പോയിട്ട് ഫാർം ബിൽഡ് ചെയ്യും. എനിക്ക് കുറെ എക്സ്പി വേണമെന്ന്. അങ്ങനെ ഏകദേശം നമ്മളെ ഫാർമിന് വേണ്ട ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് നമ്മളെ ഫാർമിന് വേണ്ടത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്പോണറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ആയിട്ട് എക്സ്പി ഫാർം സെറ്റ് ചെയ്ത് എടുക്കാൻ അത്യാവശ്യം ടാസ്ക് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ ആയിട്ട് ഇത് സ്ഥലം കുറവാണ്. കുറച്ച് കുഴിച്ചാൽ തന്നെ നേരെ താഴോട്ടേക്ക് വീഴും. അപ്പൊ നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അന്ന് ഞാനിത് ഇവിടുന്ന് ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഈ ഒരു ചെസ്റ്റ് ഇവിടുന്ന് പൊളിച്ച് കളയാം. അപ്പൊ ഇത് നമ്മളെ സ്പൈഡർ സ്പോണർ ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ സ്പൈഡർ ഒക്കെ ഇങ്ങനെ നിന്ന് വട്ടം കറക്കണ കണ്ടോ. ഞാനാണെങ്കിൽ കുറച്ചധികം കോബിൾ സ്റ്റോൺ എടുക്കാൻ വേണ്ടി പോവാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിലാണെങ്കിൽ അധികം ബിൽഡിംഗ് ബ്ലോക്സ് ഒന്നും ഇല്ല. ഒരു സ്റ്റാക്ക് കോബിൾ സ്റ്റോണേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും കോബിൾ സ്റ്റോണിന്റെ ആവശ്യം വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം കോബിൾ സ്റ്റോൺ എടുത്തിട്ട് വരാം. ഞാനാണെങ്കിൽ സ്റ്റോൺ ജനറേറ്ററിൽ കുറച്ചധികം കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മളെ മൈനിങ് ഏരിയയിലേക്ക് പോവാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പോക്ക് വരെ അത്യാവശ്യം ടാസ്ക് ആണ്. കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ തിരിച്ച് സ്പോണറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്പോണറിന്റെ 4 സൈഡിൽ നിന്നും നമുക്ക് 4 ബ്ലോക്ക് വീതം റിമൂവ് ചെയ്യണം. അങ്ങനെ ഏകദേശം ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി മാർക്ക് ചെയ്തത് ഇങ്ങനെ പൊളിച്ചു പോയാൽ മതി നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു പൊളിച്ചു പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ നേരെ താഴോട്ട് വീഴും. അതുപോലത്തെ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്പോണറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് എടുക്കണം. അങ്ങനെ ഞാനാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും 4 ബ്ലോക്ക് വീതം കുഴിച്ചിട്ട് ഇത് അത്യാവശ്യം വലിയൊരു ഏരിയ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിയിലേക്ക് 4 ബ്ലോക്കും കൂടി കുഴിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയി. എന്റെ കയ്യിലുള്ള പിക്കാക്സ് മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ അടുത്ത പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടി അയൺ വേണം. അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഈ ഒരു സ്പോണറിന് ചുറ്റും ഇതുപോലെ വലിയൊരു റൂമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സ്പോണറിന് നേരെ താഴെയിട്ട് 2 ബ്ലോക്ക് കുഴിക്കണം. പക്ഷെ നമ്മൾ അങ്ങനെ 2 ബ്ലോക്ക് കുഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകും. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം മൊത്തം പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ഫ്രീ ക്യാം ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെയാണ് ഇത് ഈ ഒരു സ്പോണറിന്റെ പ്ലാറ്റ്ഫോം നിൽക്കുന്നത്. അപ്പൊ ഇതെന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഫിക്സ് ചെയ്തിട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഏകദേശം ഇത് ഇത്രത്തോളം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി പോകണം. അപ്പൊ ഞാനാണെങ്കിൽ ഒരു സ്പോണറിന് ചുറ്റുള്ള മൊത്തം ബ്ലോക്കും റിമൂവ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോമും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു മൂലക്കായിട്ട് ഒരു ബക്കറ്റ് വെള്ളം, അതുപോലെ തന്നെ ഈ ഒരു സൈഡായിട്ട് ഒരു ബക്കറ്റ് വെള്ളം,
അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഈ ഒരു ഷേപ്പ് മൊത്തത്തിൽ നമുക്ക് മൈൻ ചെയ്തെടുക്കണം. അങ്ങനെ ഫൈനലി അതും നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇവിടുന്ന് ഓരോ ബ്ലോക്ക് ഇങ്ങനെ പൊളിച്ച് മാറ്റുമ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഇവിടെയും സ്പ്രെഡ് ആവും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കില്ലിംഗ് ചേമ്പർ ഉണ്ടാക്കണം. ഇനി നേരെ ഫ്രീ ക്യാം ഇട്ട് കാണിക്കുകയാണെങ്കിൽ ഇതിന്റെ അടിഭാഗം ഇതുപോലെ ആയിട്ട് വരും. ഇതൊരു നോർമൽ അല്ലാത്ത സ്ഥലത്ത് സ്പോൺ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടഫാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ. അപ്പോൾ ഇതുപോലൊക്കെ വെള്ളത്തിലൊക്കെ തൂങ്ങിപ്പിടിച്ച് നിന്നിട്ടാണ് പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ആക്കണം. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് നമുക്കൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ ഈ ഒരു ഏരിയയും സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാർം ഉണ്ടാക്കാൻ വലിയ സീനില്ലെങ്കിലും ഇതുപോലെ പ്ലാറ്റ്ഫോം തൂങ്ങിപ്പിടിച്ചുണ്ടാക്കാനാണ് ഏറ്റവും വലിയ സീന്. ഇനി നമുക്ക് ഈ കില്ലിംഗ് ചേമ്പർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2x3 ബ്ലോക്ക് നമ്മൾ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നീളത്തിൽ അങ്ങ് 10 ബ്ലോക്ക് കുഴിച്ചു പോകണം. അങ്ങനെ നമ്മളെ കില്ലിംഗ് ചേമ്പർ വരുന്ന ഏരിയയിൽ നിന്ന് ഏകദേശം 10 ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടോർച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് നീളത്തിലൊരു 4 ബ്ലോക്ക് നമുക്ക് എടുത്ത് മാറ്റണം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഹോപ്പറും ചെസ്റ്റൊക്കെ വരുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ഇത്രയും ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നമ്മളെ കയ്യിലുള്ള ഹോപ്പറും ചെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ ചെസ്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഈ ഒരു ചെസ്റ്റിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഹോപ്പർ വെച്ച് കൊടുക്കണം. അങ്ങനെ ഹോപ്പർ വെക്കുന്ന പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ കയ്യിലുള്ള ഈ ഒരു സ്മൂത്ത് സ്റ്റോണും അതുപോലെ തന്നെ ട്രാപ്പ് ഡോർ എടുക്കണം. എന്നിട്ട് ഈ ഒരു സ്മൂത്ത് സ്റ്റോണ് നമുക്ക് നേരെ ഈ ഒരു ചെസ്റ്റിന്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന്റെ നേരെ താഴെയിട്ട് ട്രാപ്പ് ഡോറും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് നേരെ സ്പോണറിന്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ സ്പോണറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സ്മൂത്ത് സ്റ്റോൺ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫുൾ ബ്ലോക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പൊ നമ്മളോട് ആ വീഡിയോയിൽ പറഞ്ഞത് കേവ് സ്പൈഡർ ആണെങ്കിൽ ഫുൾ ബ്ലോക്കും നോർമൽ സ്പൈഡർ ആണെങ്കിൽ സ്ലാബും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് ഇത് കേവ് സ്പൈഡർ അല്ലേ, അതുകൊണ്ട് നമുക്ക് ഫുൾ ബ്ലോക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പൊ ഞാനാണെങ്കിലേ ഇവിടുത്തെ ഫുൾ ബ്ലോക്ക് മാറ്റിയിട്ട് വീണ്ടും സ്ലാബ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കയ്യിലുള്ള ഫെൻസ് ഗേറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം 3 എണ്ണം. എന്നിട്ട് ഇത് തുറന്നും കൂടി കൊടുക്കണം. പിന്നെ ആ ഒരു വീഡിയോയിലായിട്ട് ഇത് ഇവിടെ വെള്ളം ഒഴിക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് അൺലിമിറ്റഡ് ആക്കാൻ വേണ്ടി പോവാണ് ഈ ഒരു വെള്ളത്തിനെ. അങ്ങനെ നമ്മൾ അൺലിമിറ്റഡ് വാട്ടറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇത് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് വെള്ളം. എന്നിട്ട് ഇത് ഇവിടുത്തെ ബ്ലോക്കൊക്കെ പൊളിച്ചിട്ട് ഇവിടെ മൊത്തത്തിൽ വെള്ളം വരുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു ടോർച്ചൊക്കെ എടുത്ത് മാറ്റാം. കഴിഞ്ഞെങ്കിൽ ഇത് സ്പോൺ ആവാൻ തുടങ്ങുമല്ലോ. ഓക്കെ, തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ എന്നെ എന്തിനാടോ വെറുതെ അടിച്ചോലണേ. അയ്യോ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ട്. ഇവന്മാര് എന്നോട് ഭയങ്കര ദേഷ്യമുള്ള പോലത്തെ കളിയാണ് ഇവന്മാര് കളിക്കണേ. അപ്പൊ എന്തായാലും ഇവന്മാര് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അങ്ങനെ ഇവന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഈ ഒരു സോഡ് കൊണ്ട് എല്ലാത്തിനും കൊന്ന് കുറേയധികം എക്സ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഫൈനലി നമ്മളെ ഫാർം വർക്കാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്പി കിട്ടണുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പിച്ചും പെയ്യൊക്കെ എടുക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതിനെന്തെങ്കിലും പിച്ചും പെയ്യോ കണ്ടിന്യൂഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. രാത്രിയൊക്കെയാണ് റെക്കോർഡ് ചെയ്യണം, അതുകൊണ്ടാണ്. ഡെയിലി വീഡിയോ അല്ലേ, എൻ്റെ ബ്രെയിനൊക്കെ നിന്ന് കത്താണ്. അപ്പം ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.